VPP അതിൽ ഒരു രാഷ്ട്രീയ ആരോപണമുണ്ട്. അത് അതായത് ആദ്യം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലും വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് എത്തി എന്നുള്ള ചോദ്യം, അത് രാഷ്ട്രീയമാണ്. താങ്കൾക്ക് മറുപടി പറയാം. രണ്ടാമത്തെ കാര്യം, കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി മോഷ്ടിച്ചു എന്നൊരു ആക്ഷേപം അവർക്ക് ഇല്ലെന്നേ ഇപ്പോഴും പ്രൊഫസർ റോണി KVP പറയുന്നുണ്ട് ഇല്ല എന്ന്. അപ്പോൾ കടകംപള്ളി അവരുടെ റഡാറിൽ നിന്നും അവർ വിടുതൽ നൽകിയിട്ടുണ്ട് കടകംപള്ളിക്ക്. അപ്പോ ഇവിടെ താങ്കൾ തന്നെ ഇപ്പൊ കാണിച്ച VD സതീശന്റെ പ്രസ്താവനയിൽ സതീശൻ പറയുന്നത് എന്താ? കോടതിയിൽ താൻ കടകംപള്ളിക്കെതിരായ തെളിവുകൾ ഹാജരാക്കുമെന്നാണ്. പിന്നെ എന്ത് തെളിവ് ഹാജരാക്കാനുള്ളത്? അദ്ദേഹത്തിന് ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പങ്കാളിത്തമില്ലെങ്കിൽ, അദ്ദേഹം സ്വർണം മോഷ്ടിച്ചെടുത്തതിൽ പങ്കുവഹിച്ചിട്ടില്ല എന്ന് ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് കോടതിയിൽ VD സതീശന്റെ അഭിഭാഷകനും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളത്? ഇത്രയും ദിവസം ശ്രീ റോണി VD സതീശൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഈ കാര്യങ്ങൾ കുറച്ചു ദിവസം മുമ്പ് കോടതി കഴിഞ്ഞ തവണ ഈ വാദത്തിനെടുത്തപ്പോൾ അന്നും VD സതീശൻ അദ്ദേഹത്തിന്റെ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാതിരുന്നപ്പോൾ അന്നത്തെ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ VD സതീശൻ നൽകിയ മറുപടി എന്താ? ഞാൻ തെളിവുകൾ ഹാജരാക്കുമെന്നാണ്. ഇന്ന് രാവിലെയും നിയമസഭയുടെ പരിസരത്ത് വെച്ച് അദ്ദേഹം പറയുന്നത് എന്താ? കടകംപള്ളിക്കെതിരെ ഞാൻ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കെ, പൊതുജന മധ്യത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കെ, അദ്ദേഹം നിയോഗിച്ച അഭിഭാഷകൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ട് കോടതിയിൽ എഴുതി കൊടുക്കുന്നത് എന്താ? കടകംപള്ളി സുരേന്ദ്രന് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ വിഷയമുള്ളത് കടകംപള്ളി സുരേന്ദ്രന്? ഇത് നടക്കുന്ന കാലത്ത് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വം വകുപ്പ് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ? ദേവസ്വം ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രി ഇടപെടില്ല. ദേവസ്വം ബോർഡിനെ രൂപീകരിക്കുന്ന സർക്കാർ ഉത്തരവ് അത് മന്ത്രി കാണുന്നുണ്ട്. ആ ബോർഡിലെ അംഗങ്ങളെ തീരുമാനിച്ച് ബോർഡ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പിന്നെ അത് സ്വതന്ത്ര സ്ഥാപനമാണ്. അവിടെ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രിക്കോ ഗവൺമെന്റിനോ ഇടപെടാൻ കഴിയില്ല. അത് റോണിക്ക് അറിയാവുന്ന കാര്യമല്ലേ? VD സതീശൻ അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ ഇന്നത്തെ സമരം? അപ്പൊ റോണി പറയുന്നതാണ് വാദമെങ്കിൽ, VD സതീശൻ കോടതിയിൽ പറഞ്ഞതുമാണ് കാര്യമെങ്കിൽ, ഈ സമരം തന്നെ അപ്രസക്തമല്ലേ? നിങ്ങൾ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നല്ലേ ആവശ്യപ്പെടുന്നത്? ദേവസ്വം മന്ത്രിക്ക് പങ്കില്ല. ഇത് നടന്ന കാലത്ത് ദേവസ്വം മന്ത്രിക്കേ പങ്കില്ല. അപ്പൊ പിന്നെ ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കേണ്ട എന്ത് കാര്യമാണ് ഉള്ളത്? അപ്പൊ നിങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെ പാളിപ്പോയില്ലേ? അത് തന്നെ പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ നിങ്ങൾ കാണിക്കുന്ന വെറും ഗിമ്മിക്ക് മാത്രമല്ലേ? ഇനിയിപ്പോ അസിത അദ്ദേഹം പറഞ്ഞ കാലഗണന എടുത്തു നോക്ക്. എപ്പോഴാണ് ഇപ്പോ കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പേർ, ഈ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി, ഇവരാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കൾപ്രിറ്റുകൾ. അവർ 3 കൂടി എപ്പോഴാണ് ശ്രീമതി സോണിയാഗാന്ധിയെ കണ്ടത്? അത് വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇന്ന് നിയമസഭയിൽ ശ്രീ MP രാജേഷ്, ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൂടി ഉന്നയിച്ച ഒരു നിരീക്ഷണം വളരെ പ്രസക്തമല്ലേ? കടകംപള്ളി സുരേന്ദ്രൻ പറയാ, കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ഒരു ഫോട്ടോ ആണ് ഇന്ന് അവർ കാണിച്ചത്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനും ഗോവർദ്ധനും തമ്മിലുള്ള ഒരു ഫോട്ടോ ഇല്ല. കടകംപള്ളി സുരേന്ദ്രനും പങ്കജ് ഭണ്ഡാരിയും തമ്മിലുള്ള ഫോട്ടോ ഇല്ല. ഇവര് 3 ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ്, കടകംപള്ളി മാത്രമല്ല, ഈ 3 കള്ളന്മാരോടും ഒപ്പം ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവ് നിൽക്കുന്ന ഒരൊറ്റ ഫ്രെയിമും ഇല്ല. എന്നാൽ ഈ 3 പ്രധാനപ്പെട്ട കള്ളന്മാരും കോൺഗ്രസ് നേതാക്കളോടൊപ്പം, ഏറ്റവും ഉന്നതരായ കോൺഗ്രസ് നേതാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, ഇവരെല്ലാം കൂടി സോണിയാഗാന്ധിയോടൊപ്പം ഈ 3 കള്ളന്മാരും കൂടി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോ എങ്ങനെയാണ് ഇപ്പോ കേസിൽ പ്രതിയായി ഒരുമിച്ച് ജയിലിൽ കഴിയുന്ന ഈ 3 പേർക്കും 2014 UPA രാജ്യം ഭരിക്കുന്ന കാലത്ത് ആ ഭരണമുന്നണിയുടെ ചെയർപേഴ്സൺ എന്ന ക്യാബിനറ്റ് റാങ്കിലിരിക്കുന്ന ഈ സെഡ് കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഈ 3 കള്ളന്മാരും ഒരുമിച്ച് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? റോണി, ആ ചോദ്യത്തിന് ഒരു ലോജിക്കില്ലേ? അതിന് മറുപടി പറയണ്ടേ? അന്ന് പോറ്റിശ്ശേരി ഈ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബന്ധമുണ്ടാകുന്ന മനസ്സിലാക്കാം. പക്ഷെ ഈ കർണാടകയിലെ സ്വർണ്ണ കച്ചവടക്കാരനായ പങ്കജ് ഭണ്ഡാരിയും തമിഴ്നാട്ടിൽ സ്വർണം ഉരുക്കുന്ന കമ്പനി നടത്തുന്ന ഗോവർദ്ധനുമെല്ലാം എങ്ങനെയാണ്, ഇവർ 3 ഒരുമിച്ച് എങ്ങനെയാണ് 2014 മുതലേ ബന്ധമുണ്ടാകുന്നത്? ആ ബന്ധക്കാർ എങ്ങനെയാണ് ഒരുമിച്ച് അടൂർ പ്രകാശിന്റെ കാർമ്മികത്വത്തിൽ സോണിയാഗാന്ധിയെ പോയിട്ട് കാണുന്നത്?
അപ്പൊ ഇത് 2018 മാത്രം യാദൃച്ഛികമായിട്ട് ഒരു സന്ദർഭം കിട്ടിയപ്പോ കട്ടുകൊണ്ട് പോയതാണോ? നേരത്തെ ഇതിന്റെ ഗൂഢാലോചന നടന്നു എന്നല്ലേ? 2014 ഇതെല്ലാം നടക്കുന്ന കാലത്ത് ആരാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദികൾ? ആരാണ് അന്ന് കേരളത്തിലെ ഗവൺമെന്റും അതിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയും? അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാർ അന്ന് ഏത് സ്ഥാപനത്തിലാണ് അല്ലെങ്കിൽ ഏത് ചുമതലയിലാണ് ഈ ദേവസ്വം ബോർഡിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്? അതുകൊണ്ട് റോണി കാര്യങ്ങൾ കൃത്യമായി നല്ല സൂക്ഷ്മദർശിനിയിൽ പുറത്തേക്ക് വരികയാ. നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ കാര്യങ്ങൾ വന്നിരുന്നില്ല. അന്ന് ഞങ്ങളുടെ 2 നേതാക്കൾ അറസ്റ്റിലായി. നിങ്ങളുടെ സംഘടനാ നേതൃത്വത്തിൽപ്പെട്ട 6 പേർ, മുരാരി ബാബുവും അതുപോലെ മറ്റാളുകളും ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ INTUC യൂണിയന്റെ നേതാക്കളായ 6 പേർ ഇങ്ങനെ അറസ്റ്റിലായി. പക്ഷെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങളുടെ 2 പേരായിരുന്നു. അത് വെച്ച് നിങ്ങൾക്ക് പ്രചരണം നടത്താൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്താ അന്ന് ഈ വിശദീകരണങ്ങൾ നൽകാൻ കഴിയാത്തത്? SIT-യുടെ അന്വേഷണ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല. കേരള പോലീസിലെ ടീം തന്നെയാ, പക്ഷെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസോ പാർട്ടിയോ അതിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വിശദാംശം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് SIT ഓരോ ഇടക്കാല റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന മുറക്ക് വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതിലാണ് അസിത സൂചിപ്പിച്ചതുപോലെ കൊടിമരം ഉൾപ്പെടെ പ്രശ്നം വരുന്നത്. അപ്പോ അസിത ഈ കളവിലേക്ക്, ഈ സ്വർണപ്പാളിയും കട്ടിളപ്പാളിയും എല്ലാം കക്കുന്നതിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ആദ്യത്തത് ഈ കൊടിമരമാണ്. അത് വെറും കൊടിമരമല്ലല്ലോ, അതും സ്വർണം പൊതിഞ്ഞ കൊടിമരമല്ലേ? ആ സ്വർണം പൊതിഞ്ഞ കൊടിമരം ഈ കോൺക്രീറ്റ് കൊടിമരമൊക്കെ ചെതലരിച്ചു എന്ന് ഇനി പ്രശ്നത്തിൽ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ എടുത്താലും അതൊക്കെ എന്തെങ്കിലും ലോജിക്കുള്ളതാണോ? അവിടുന്ന് ആ കൊടിമരത്തിലെ സ്വർണം അവർക്ക് ഉരുക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു, അത് റിമൂവ് ആവാൻ വേണ്ടി കഴിഞ്ഞു. അത് നടക്കുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാൻ, അജിത് തറയിൽ മെമ്പർ, ഈ UDF ദേവസ്വം ബോർഡിന്റെ കാലത്ത്. അതാണ് ഒന്നാമത്തെ മോഷണം. അത് 2017 നടക്കുന്നതാ. അതിനുശേഷമാണ് 2018-ലെയും 2019-ലെയും എല്ലാം മോഷണം വരുന്നത് റോണി മാഷെ. അപ്പൊ നിങ്ങൾ നോക്ക്, ആദ്യത്തെ ടെസ്റ്റ് ഡോസ് നടത്തി അതിൽ കഴിഞ്ഞപ്പോഴാണ് പോയത്. ഇതിലേക്ക് തന്നെ എത്തുന്നത് എങ്ങനെയാ? അതിലാണ് 2014 മുതലേ ഈ സംഘം ഒരു ഗൂഢ ആലോചന നടത്തി അതിനു വേണ്ട പ്ലോട്ട് ഒരുക്കുന്നത്. ഇതെല്ലാം വളരെ കൃത്യമല്ലേ നമ്മുടെ മുന്നിൽ? അപ്പോ 2014 മുതൽ ഈ സംഘം ഒരുമിച്ച് വരുന്നത് തൊട്ട്, അതിന് കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ബന്ധം തൊട്ട് ഇങ്ങോട്ട് അതിന്റെ ക്രോണോളജി എടുത്തു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ കള്ളന്മാർ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞത്. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചാൽ, പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും സോണിയാഗാന്ധിയുടെ അടുത്ത് കയറ്റിയതും നിങ്ങളാണ്. ആ കള്ളം പോറ്റിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളായവരെ, കള്ളന്മാരെയും ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിലപാട് വിശദീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങൾക്ക് തുറന്നു പറയാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഉത്തരം മുട്ടും. അതുകൊണ്ടല്ലേ സതീശൻ ചർച്ച വേണ്ടെന്ന് പറയുന്നത്. റോണി മാഷ അത് പറയൂ, ചർച്ച വേണ്ട എന്നുള്ളത് ഒരു ജനാധിപത്യ നിലപാടാണ്. നിയമസഭ ചർച്ചയ്ക്കല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇന്ന് കാണിച്ചതുപോലെ മുദ്രാവാക്യം വിളിക്കാനും ഗോഗോ വിളിക്കാനും ജാഥ നടത്താനുമാണോ? അതിന് മാത്രമായിട്ടാണോ സഭ വേണ്ടത്? അപ്പൊ സഭയിൽ ചർച്ച വേണ്ട, പകരം ഞങ്ങളുടെ ജാഥ മതി, സമരം മതി എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? റോണി സാറ് ജനാധിപത്യത്തെ കുറിച്ചും പറയുന്നയാളല്ലേ, അതുകൂടി പറയൂ. ശരി, ഓക്കെ.